ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ. അപ്പോൾ ഇന്നിത് രാവിലെ അമ്മതാ ചോറൊക്കെ അടുപ്പത്തിട്ട് മീൻ വറുക്കണം കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ അതാണേ, മീൻ പൊരിച്ചതും. അതേപോലെ തന്നെ ഇന്ന് കറി വെക്കുന്നത് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഇന്നലത്തെ കുറച്ച് കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ താഴത്തെ വീട്ടിൽ പോയിട്ട് ഇത്തിരി തണുത്ത വെള്ളം മേടിച്ചിട്ട് വരിക കേട്ടോ. ഇവരെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. കുഞ്ഞാവടെയും കുഞ്ഞിനീട് ഞങ്ങളൊരു വെള്ളം കലക്കാൻ വേണ്ടിയിട്ടേ ടാങ്ക് ഉണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പം എന്നാൽ ബോബോളല്ലേ അവിടെ ഉണ്ട്. അവർ തറവാട്ടിൻ്റെ അവിടെ പുറകിൽ കിടക്കുന്നുണ്ട് കേട്ടോ. താഴെ പോയിട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ വെള്ളച്ചിപ്പട്ടി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2, 3, 4, 5 മക്കളുണ്ട്. അപ്പോൾ കുട്ടികളെ കഴിഞ്ഞ ദിവസം മക്കൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാവ അവിടെ എത്തിയപ്പോൾ ബോബോ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് പോകണം പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിച്ചിട്ടാണ്. അപ്പോൾ അനിയത്തി അങ്ങനെ അവളെ ബോബോ കുട്ടികളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ വന്നു. പിന്നെ ഞങ്ങളിതാ വെള്ളം കറക്കുക കേട്ടോ. അപ്പോൾ ടാങ്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസം മുന്നേ കേട്ടോ. നോക്കുമ്പോൾ അത് ശകലം കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനെ നല്ല ആറ്റിയപ്പോൾ ഇതായിട്ടോ. പിന്നെ പഞ്ചസാരയൊക്കെ കുറച്ച് കുറവായിരുന്നു, കൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വെള്ളം കലക്കുക. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞങ്ങൾ സാധാ ടാങ്ക് മാത്രം ഒഴിച്ച് ഞങ്ങൾ നല്ല കലക്കി പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് അങ്ങനെ ആറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ ഇവിടെ ഇല്ല കേട്ടോ. കുഞ്ഞാറ്റ വീട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ, രാജേട്ടൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരേ ഉള്ളൂ കേട്ടോ. അമ്മയും അനിയത്തിയും മോളും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും ഉള്ള വെള്ളം കേട്ടോ. പിന്നെ നല്ല തണുപ്പ് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റില്ല. ഞാൻ പിന്നെ അധികം തണുപ്പില്ലാത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കേട്ടോ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. കുട്ടിക്ക് കൊടുക്കേണ്ടതല്ലേ. പിന്നെ കുട്ടികൾക്ക് അല്ലെങ്കിൽ തന്നെ അധികം വന്നാൽ മതി. അതേ വരുമ്പോഴത്തേനെ നമുക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും കുട്ടികൾക്ക് കുറച്ച് തണുപ്പ് കമ്മിയാക്കാലോ പറഞ്ഞിട്ട് ഞങ്ങൾക്കും പറ്റില്ല കേട്ടോ. എനിക്കും പറ്റില്ല അങ്ങനെ തണുപ്പ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ വെള്ളമൊക്കെ ശരിയാക്കി വെള്ളമൊക്കെ ആക്കി ഞങ്ങളെല്ലാവരും ഓരോരുത്തരൊക്കെ കുടിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുട്ടിക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അവളവിടെ ഇരുന്നിട്ട് TV കാണണം പറഞ്ഞിട്ട് അങ്ങനെ TV ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ആദ്യം കൊടുത്തു നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ കൊടുത്തപ്പോൾ കുഴപ്പമില്ല, ഉഷാറാണെന്നൊക്കെ കുഞ്ഞിക്കൈ കൊണ്ടൊക്കെ കാണിച്ചു തന്നു. സൂപ്പറാണ് കേട്ടോ. അമ്മ എന്നേ വിളിക്കുള്ളൂ, വലിയമ്മന്ന് വിളിക്കാൻ അവൾക്ക് അറിയില്ല കേട്ടോ. അറിയാനിട്ടല്ല, കുട്ടിക്ക് വിളിച്ചാൽ കിട്ടണില്ല. അപ്പോൾ അമ്മ എന്ന് വിളിക്കൂ കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഓരോ ഗ്ലാസ് കുടിച്ചു. അപ്പോൾ ഞാനും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ കേട്ടോ. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവളോട് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ അനിയത്തിയും കൊണ്ടുവന്ന് കുടിച്ചു. പിന്നെ അമ്മയ്ക്ക് വിളിച്ചു കൊടുത്തു കേട്ടോ. അമ്മയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ സമയത്ത് കിട്ടോ. അതേപോലെ ചായ ആയ സമയത്ത് തന്നെ ചായയും കടിയായെങ്കിൽ ആ സമയത്ത് ചായ കുടിക്കണ സമയത്ത് ചിലപ്പോൾ അമ്മ ഉണ്ടാവില്ല. അപ്പോൾ അമ്മ ഏതെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോവുകയോ എന്തെങ്കിലും അലക്കാൻ പോവുകയോ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. പിന്നെ അമ്മേനെ വിളിച്ച് വരുത്തണം, എന്നിട്ട് വേണം പിന്നെ ചായ കുടിക്കുക ഒരുമിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേറെ അത്യാവശ്യത്തിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ തന്നെ ഇരുന്ന് അങ്ങനെ തനിയെ കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അന്നത്തെ ഒരു ദിവസം പറയണത് അങ്ങനെ തലേദിവസത്തെ കുറച്ച് തക്കാളിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു 4 മണിയൊക്കെ ആവാനായപ്പോഴത്തേനും കുഞ്ഞാറ്റ വന്നു. പിന്നെ ഞങ്ങൾ ചായയൊക്കെ വെച്ച് അങ്ങനെ ചായയൊക്കെ കുടിച്ച് മക്കളൊക്കെ ഇതാ ഓരോരുത്തർ എണീച്ചതാ കളിക്കണു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഇനിയിപ്പോൾ വൈകുന്നേരത്തിനുള്ള പണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അടിച്ചു വാരണം, മുറ്റടിക്കണം, അങ്ങനെ ചെടികൾക്ക് വെള്ളം നനയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ പണികളുണ്ട് കേട്ടോ. പിന്നെ ഇതാ അമ്മ കാടൊക്കെ വെട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് വിറക് വെട്ടി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മടലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓല വെട്ടി തിരിച്ച് വെക്കുകയായിരുന്നു കുഞ്ഞാറ്റ. എന്ത് നോക്കാണ്ടേ, എന്താ അവിടെ ചോട്ടാന്നോടില്ലേ പിടിക്കുക കൊണ്ടുകൊണ്ട് ഇറങ്ങാണ്ട് ഞാനവിടെ കാല് കല്ലുത്തിട്ട് ചെരുപ്പിട്ടിട്ടാണേ പോട്ട് മറ്റേ മനുഷ്യനാണ് വലിച്ചുകൊണ്ടോടുള്ളൂ. ഇടയ്ക്ക് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവയ്ക്കണ അങ്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് എടുത്തിട്ട് തിരിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു കല്ലാണ് കേട്ടോ. ഞാൻ ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാലിൽ. അപ്പോൾ കല്ല് കുത്തിയിട്ട് ഞാൻ അങ്ങനെ അവിടെ ചോട്ട് കിട്ടാണ്ട് ഞാനവിടെ വീണു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ആ വഴക്കും വക്കാണ് അപ്പോൾ നിങ്ങൾ കേട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ടുവച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്ന് വിറകൊക്കെ വെട്ടി വെച്ച് പിന്നെ കുറച്ച് മണ്ണൊക്കെ കടത്തി
പിന്നെ ചക്ക കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടായിരുന്നു, ചക്കയല്ല ചക്കച്ചോള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാജേട്ടനെ. അപ്പോൾ അതൊക്കെ നുറുക്കി അടുപ്പത്ത് വെച്ചു. പിന്നെ അമ്മയ്ക്ക് കുളിക്കാൻ പോയി. അമ്മ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേന് അമ്മ അത് അടുപ്പത്ത് വെച്ചു കേട്ടോ, നുറുക്കിയിട്ട് വൈകുന്നേരത്ത് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അതൊക്കെ വെന്തോ നോക്കിയിട്ട് ഞാൻ പിന്നെ കുറച്ച് എന്താ പറയുക വേവാനൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു കേട്ടോ, ചോള അധികം മൂത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, നല്ല കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും അമ്മ പിന്നെ ഇതൊക്കെ നുറുക്കി അടുപ്പത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വേവ് നോക്കിയിട്ട് ഇടിട്ടോ എന്നൊക്കെ പറഞ്ഞു, തേങ്ങ അരച്ചൊഴിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വെന്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഒന്ന് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി തേങ്ങയൊക്കെ ഞാൻ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തിരവി പിന്നെ ആവശ്യത്തിന് ജീരകവും വെളുത്തുള്ളിയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളതൊന്ന് തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇനി ചെറിയ ഉള്ളിയും കടുകും കറിവേപ്പിലൊക്കെ ഇങ്ങോട്ട് താളിച്ചാണ്ടല്ലോ ചക്ക കൂട്ടാൻ, പിന്നെ വേറൊന്നും വേണ്ട, നമുക്ക് ചോറുണ്ണണ പോലെ കഴിക്കാം കേട്ടോ. പക്ഷേ ചൂട് കാരണേ അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ എന്തായാലും ഇനി ചക്കക്കൂട്ടാൻ നമുക്ക് വീട്ടിൽ പ്ലാവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതും കൊണ്ടേ അപ്പോൾ കിട്ടിയത് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ചക്കക്കൂട്ടാൻ എന്തായാലും റെഡിയാക്കണം. അമ്മ പറഞ്ഞു കുളിച്ചിട്ട് വരട്ടെ എന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ അമ്മ വരാനൊന്നും ഞാൻ കാത്തൊന്നുമില്ല കേട്ടോ. ചക്കക്കൂട്ടാൻ ഞാൻ ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. പണ്ട് അമ്മ വീട്ടിലൊക്കെ പോണ സമയത്ത് കേട്ടോ, അവിടെ അമ്മയുടെ അമ്മ ചക്കക്കൂട്ടാൻ, അമ്മയുടെ അമ്മയല്ല അമ്മയുടെ അമ്മ, അപ്പോൾ ഞങ്ങൾ തലമുറയാണ് കേട്ടോ. അപ്പം ആ അമ്മമ്മ നന്നായിട്ട് ഭക്ഷണം വെക്കുമായിരുന്നു കേട്ടോ. നെല്ലുത്തി അരിയുടെ കഞ്ഞി, മട്ടരി കഞ്ഞി, അതേപോലെ തന്നെ ചക്കക്കൂട്ടാൻ കേട്ടോ. അതൊക്കെയാണ് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും കേട്ടോ. ആ ചൂടുള്ളൊരു കഞ്ഞി, അതേപോലെ ചക്കക്കൂട്ടാനും എത്ര കുടിച്ചാലും നമുക്ക് വയറ് നിറയേയില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടം എനിക്ക് ചക്കക്കൂട്ടാൻ കേട്ടോ. അതേപോലെ തന്നെ തേങ്ങാച്ചോറ് അതുകൊണ്ട് വെച്ചാണ്ടല്ലോ സൂപ്പറായിരിക്കും കേട്ടോ അമ്മമ്മ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക കേട്ടോ നമ്മൾ ഈ ചക്കക്കൂട്ടാനൊക്കെ അങ്ങനെ വെക്കണ സമയത്ത്. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ ചക്കക്കൂട്ടാനൊക്കെ റെഡിയായി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളിയും കടുകും കറിവേപ്പിലൊക്കെ തൂമിച്ചതിലാണ്ട് ഒഴിച്ചിട്ട് നമുക്ക് എന്തായാലും ഇനി ഒരു പിടി പിടിക്കണം കേട്ടോ. അപ്പോൾ കുറേ ആയിട്ടോ ചക്കക്കൂട്ടാനൊക്കെ കൂട്ടിയിട്ടും ഞാൻ അവിടെ ആകുമ്പോൾ പിന്നെ എപ്പോഴും കിട്ടും കേട്ടോ, അവിടെ രാജേട്ടൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ എപ്പോഴും ചക്കക്കുരു കൂട്ടാൻ, അല്ലെങ്കിൽ ചക്കക്കുരു ഉപ്പേരി, അല്ലെങ്കിൽ ചക്ക കൂട്ടാൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ ചക്ക തന്നെ എവിടെന്നെങ്കിലൊക്കെ കിട്ടിയിട്ട് വേണം. നമ്മുടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പറമ്പിൽ പ്ലാവുകളൊക്കെ. പിന്നെ അങ്ങനെ സ്ഥലമൊക്കെ ഷെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓരോരോ വീടൊക്കെ വെച്ചുകൊണ്ടേ അപ്പോൾ മരങ്ങളൊക്കെ അങ്ങനെ മുറിച്ച് പോയി കേട്ടോ. അപ്പം ഇനിയൊക്കെ നമുക്ക് ആവശ്യത്തിനൊക്കെ ഓരോന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയൊക്കെ ഒന്നായി വരണം, ഒക്കെ കായൊക്കെ തുടങ്ങണം. ഇനി എന്തായാലും ഒരു 2 കൊല്ലം കൂടിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും ഉള്ളിയൊക്കെ തൂമിച്ചു, നമ്മുടെ ചക്കക്കൂട്ടാനൊക്കെ റെഡി ആയിട്ടോ. അമ്മ വന്നിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കുണ്ടോ ക്ഷമ, ഞാൻ പിന്നെ പെട്ടെന്ന് കുറച്ച് വിളമ്പി വെച്ച് ചൂടാറ്റി കഴിച്ചു കേട്ടോ. ഞാൻ ആദ്യം ഒരു പ്ലേറ്റ് ചക്കക്കൂട്ടാനൊക്കെ എടുത്തിട്ട് കഴിച്ചു കേട്ടോ. അമ്മ പറഞ്ഞു കേട്ടോ, ഞാനിതാ കഴിഞ്ഞു കൂട്ടിയതാ വരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ക്ഷമല്ല പക്ഷെ ചക്കക്കൂട്ടാൻ വിളമ്പിയിട്ട് അത് നമുക്ക് കാണുമ്പോൾ അങ്ങനെയുള്ള കൂട്ടാത്ത സാധനം കൊതിയോടുകൂടി കിട്ടിയിട്ടൊക്കെ നമ്മൾ വെച്ചുണ്ടാക്കിയപ്പോൾ നമുക്കത് കാത്തിരിക്കാൻ ക്ഷമ ഉണ്ടാവില്ല. ആയിക്കഴിഞ്ഞിട്ട് കുറേ നേരം കാത്തിരിക്കാൻ ക്ഷമ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ വിളമ്പിയിട്ട് ഞാനൊരു പ്ലേറ്റ് കഴിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മയും തന്നെ ചക്കക്കൂട്ടാൻ ചോറിന് ഉണ്ണുന്നില്ല കേട്ടോ, ചക്കക്കൂട്ടാനാണ് കഴിക്കണത്. അമ്മയും അതേപോലെ ഒരു പ്ലേറ്റ് ചക്കക്കൂട്ടാനൊക്കെ എടുത്ത് കഴിച്ച് എന്നിട്ട് ലാസ്റ്റ് അമ്മ എന്താ ചെയ്തെന്ന് വെച്ചിട്ടാ ഇത്തിരി കഞ്ഞിയില്ലേ, കഞ്ഞി മാത്രം ചമ്മന്തിയും അതേപോലെ തന്നെ പപ്പടമൊക്കെ കൂട്ടിയിട്ട് അമ്മ കഞ്ഞി കുടിച്ചിരിക്കുക, ചക്കക്കൂട്ടാൻ മാത്രം ഒരു പ്ലേറ്റ് കഴിച്ചിട്ട്. അപ്പോൾ ഞാനിതാ കഴിക്കുകയാണ് കേട്ടോ. അമ്മ കുളിച്ച് വരുന്നുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തേക്ക് വിശേഷങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ചക്കക്കൂട്ടാൻ കുറേ കാലത്തിന് ശേഷം ചക്കക്കൂട്ടാൻ കൂട്ടണുണ്ട്, എന്താണെന്നറിയില്ല വല്ലാത്തൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ഒരു പ്ലേറ്റ് എന്തായാലും വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ചൂടാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പക്ഷെ നമുക്കത് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു പ്രത്യേകത അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചോറുണ്ണണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ ക്ഷമിച്ചതാണ് കേട്ടോ. ഞാൻ രണ്ടാമത് പിന്നെ ചോറിൻ്റെ കൂടെയും കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇന്നത്തെ വിശേഷം. ടാറ്റാ ബൈ ബൈ.